ഇന്ന് നമ്മൾ ഈ കാണുന്ന ടാങ്കിലേക്ക് നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ ഒരു ടാങ്ക് നമ്മൾ ഇതുപോലെ വെള്ളം നിറച്ച് സെറ്റ് ചെയ്തിട്ടിട്ട് ഇപ്പോൾ 2 ദിവസം ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 ദിവസമെങ്കിലും നമ്മൾ വെള്ളം കണ്ടീഷൻ ആവാനായിട്ട് ഇടുന്നതാണ് നല്ലത്. അതിന് ശേഷം മീനുകൾ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ളൂ, എനിക്ക് കുറച്ച് തിരക്കുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്യുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്കിനകത്ത് നമ്മൾ 75% ഫ്രഷ് വാട്ടറാണ് അടിച്ച് കയറ്റിയിട്ടുള്ളത്. 25% നമ്മൾ ഓൾറെഡി മീനുകൾ എടുക്കുന്ന ടാങ്കിൽ നിന്ന് ആൽഗെ വാട്ടർ കൊണ്ട് ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആൽഗെ വാട്ടർ വിത്ത് ബെനിഫിഷ്യൽ ബാക്ടീരിയ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 25% നമ്മൾ കൊണ്ട് ഒഴിച്ച് മിക്സ് ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ മിക്സ് ചെയ്തിട്ടിട്ട് ഒരു 3 ദിവസം കണ്ടീഷൻ ചെയ്ത് വെച്ചതിന് ശേഷം മീനുകൾ ആഡ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ വീഡിയോയുടെ അവസാനം, അതായത് അവസാനത്തെ ഒരു 5 മിനിറ്റാണ് നമ്മൾ മീനുകളെ ആഡ് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഇങ്ങനെ കുറച്ച് പണികൾ നമുക്ക് ബാക്കിയുണ്ട്. ഇതിനകത്ത് നമുക്ക് ഓവർഫ്ലോ സൈഫൺ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യാനുള്ള സൈഫണും നമുക്ക് ഉണ്ടാക്കി വെക്കാനുണ്ട്. ഈ 2 സൈഫൺ നമ്മൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടാങ്കിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ഡെമോ കാണിക്കുന്നുണ്ട്, വർക്കിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ടാങ്കിൽ വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ 2 ദിവസം ആയിട്ടുള്ള വെള്ളം നല്ല രീതിയിൽ കണ്ടീഷൻ ആയിട്ടുണ്ട്, ഗ്രീൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ മീനുകളെ ഇറക്കി വിടുമ്പോൾ അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. സൺലൈറ്റ് കാര്യങ്ങളൊന്നും അടിക്കുമ്പോൾ അവർക്ക് സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഇത് കുറച്ച് ഡെപ്ത് ഉള്ള ടാങ്കാണ്. ഇതിൻ്റെ ഡയമെൻഷൻ ഞാൻ പറഞ്ഞിരുന്നു, 5 അടി നീളം 4 അടി വീതി, ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 2.5 അടിയാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ ലൈറ്റൊക്കെ അടിച്ച് മുകൾ ഭാഗത്ത് കുറച്ച് ടെമ്പറേച്ചർ ഡിഫറൻസ് വെള്ളത്തിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും മീനുകൾക്ക് ഡെപ്തിൽ പോയി നിൽക്കാനായിട്ട് പറ്റും. അവിടെ വെള്ളം കൂളായിരിക്കും. പിന്നെ സൺലൈറ്റ് ഈ ടാങ്കിലേക്ക് ഡയറക്റ്റ് അടിക്കുന്ന സമയത്ത് മീനുകൾക്ക് സ്ട്രെസ്സോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. കാരണം ഈ ആൽഗ നല്ല രീതിയിൽ സൺലൈറ്റിനെ ബ്ലോക്ക് ചെയ്യും. പിന്നെ വെള്ളം കണ്ടീഷനായിട്ട് കിടക്കാനായിട്ട് എയറേഷൻ കൊടുക്കുന്നത് നല്ലതാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇവിടേക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എയറേഷൻ കൊടുക്കാനുള്ള ആ ഒരു സെറ്റപ്പ് നമുക്കില്ല. ഇങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് വെള്ളം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്ത് വാട്ടർ ക്വാളിറ്റി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടാങ്കിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഓവർഫ്ലോ സൈഫൺ റെഡിയാക്കിയിട്ടുണ്ട്. വാട്ടർ ചേഞ്ചിനുള്ള സൈഫൺ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഓവർഫ്ലോ സൈഫൺ, അപ്പുറത്തിരിക്കുന്നതാണ് വാട്ടർ ചേഞ്ച് സൈഫൺ. രണ്ടും PVC സൈഫണുകളാണ്. ഇതുപോലെ ഒരു T എക്സ്റ്റൻഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡ് പോലെ നിൽക്കാനായിട്ട്. ഇതുപോലെ താഴെ കാണുന്ന ആ ഒരു T എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് സ്റ്റാൻഡ് പോലെ നിൽക്കുകയും ചെയ്യും. അതുപോലെ 2 സൈഡിലുള്ള T ജോയിൻറ്റുകൾ വഴി 4 ഹോളുകൾ വഴി മാക്സിമം അഴുക്ക് വെള്ളം കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പൊക്കോളും. അതുപോലെ തന്നെയാണ് ഈ ഒരു വാട്ടർ ചേഞ്ച് സൈഫൺ. വാട്ടർ ചേഞ്ചിൻ്റെ സമയത്ത് ജസ്റ്റ് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, വെള്ളം നിറയ്ക്കുക, ടാങ്കിലേക്ക് മുക്കുക. ഈ 2 സൈഫൺ ആണെങ്കിലും ടാങ്കിലേക്ക് മുക്കി നമ്മൾ വെള്ളം നിറച്ച് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചാൽ മതി. ഈ വാട്ടർ ചേഞ്ച് സൈഫൺ എക്സ്റ്റൻഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാങ്കിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആയിരിക്കും ഈ ഒരു സ്റ്റാൻഡ് പോലത്തെ എക്സ്റ്റൻഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അഴുക്ക് വല്ലാതെ അങ്ങ് ക്ലീൻ ആവില്ല. അപ്പോൾ വെള്ളത്തിനകത്ത് നമ്മൾ ജസ്റ്റ് ഒന്നെങ്കിലും വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ പമ്പ് ഉപയോഗിച്ചിട്ട് വെള്ളത്തിനകത്ത് നമുക്ക് ടാങ്കിനകത്ത് നമുക്ക് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാം. വെള്ളം സർക്കുലേറ്റ് ചെയ്താലാണ് ഈ ഒരു T ജോയിൻറ്റുകൾ വഴി മാക്സിമം അഴുക്ക് കാര്യങ്ങളെല്ലാം പുറത്തേക്ക് പോകുന്നത്. വലിയ മീനുകളൊക്കെ കിടക്കുന്ന ഔട്ട്ഡോർ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വെള്ളം പമ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളത്തിനകത്ത് സർക്കുലേഷൻ ക്രിയേറ്റ് ആവും, അഴുക്ക് കാര്യങ്ങളെല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ എക്സ്റ്റൻഷൻ നിൽക്കുന്നത് സെൻറ്റർ ഭാഗത്തേക്കാണ് ടാങ്കിൻ്റെ. അപ്പോൾ മാക്സിമം അഴുക്ക് കാര്യങ്ങളെല്ലാം വലിഞ്ഞ് പുറത്തേക്ക് പൊക്കോളും. ഇപ്പോൾ ഇങ്ങനെയാണ് ഓവർഫ്ലോ വർക്ക് ചെയ്യുന്നത്. ഞാൻ വെള്ളം ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെറ്റ് ചെയ്ത ലെവലിന് മുകളിലേക്ക് വെള്ളം വന്നപ്പോൾ ഓവർഫ്ലോ കറക്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മഴക്കാലത്ത് ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുക. മഴവെള്ളം ഡയറക്റ്റ് വീഴുമ്പോൾ ഇതുപോലെ വെള്ളം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തതാണ്. ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അടിഭാഗത്ത് സർക്കുലേഷൻ ക്രിയേറ്റ് ആവും. അങ്ങനെ വരുന്ന സമയത്ത് ഈ അഴുക്ക് കാര്യങ്ങളെല്ലാം ഇളകി അതിങ്ങനെ വട്ടം കറങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ അത് എക്സ്റ്റൻഷനിൽ കൊടുത്തിട്ടുള്ള T ജോയിൻറ്റുകളുടെ ഹോളുകൾ വഴി പുറത്തേക്ക് പൊക്കോളും. ചില ആൾക്കാർ പറഞ്ഞു ഇത് വർക്കാവില്ല എന്ന്. ഇത് വർക്കാവും തീർച്ചയായിട്ടും വെള്ളത്തിനകത്ത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യണമെന്ന് മാത്രം. ഇപ്പോൾ മഴവെള്ളം വീഴുന്ന സമയത്ത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സബ്മേഴ്സിബിൾ പമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിനകത്ത് സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്യാം. ടാങ്കുകളിൽ സബ്മേഴ്സിബിൾ പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഫൗണ്ടനായിട്ട് വർക്ക് ചെയ്യിച്ചാൽ മതി. അത് 1 മണിക്കൂറൊക്കെ നമ്മൾ ഓൺ ചെയ്തിടുക മഴ പെയ്യുന്ന സമയത്ത്. ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊരു സർക്കുലേഷൻ നമ്മൾ വെള്ളത്തിൽ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മഴവെള്ളം വീഴുന്ന സമയത്ത് നാച്ചുറലായിട്ട് തന്നെ ടാങ്കിൻ്റെ അടിഭാഗം ക്ലീൻ ആയിക്കോളും. അല്ലാത്ത സമയങ്ങളിൽ വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്താണെങ്കിലും വെള്ളം പമ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതുപോലെ ഓവർഫ്ലോ വർക്ക് ചെയ്യിച്ച് അടിഭാഗം ക്ലീൻ ചെയ്യാം. അടിഭാഗം ക്ലീൻ ആവാനായിട്ട് ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, വെള്ളത്തിൻ്റെ അടിഭാഗത്ത് സർക്കുലേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ അഴുക്ക് ഇളകി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എവിടെയാണോ സക്ഷൻ വരുന്നത് അതുവഴി മാക്സിമം അഴുക്ക് വെള്ളം പുറത്തേക്ക് പൊക്കോളും. ഇത് റോക്കറ്റ് സയൻസോ കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് കോമൺ സെൻസ് ആണ്. ഈ കാണുന്നതാണ് വാട്ടർ ചേഞ്ച് സൈഫൺ. നമ്മൾ മറ്റേത് എടുത്ത് മാറ്റി ഓവർഫ്ലോ സൈഫൺ, എന്നിട്ട് ഇത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്തതാണ്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഞാൻ കണക്ട് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഇതിൻ്റെ എക്സ്റ്റൻഷൻ കണക്ട് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ സെൻറ്ററിലേക്ക് ആ ഒരു T സെക്ഷൻ വരും. അപ്പോൾ വെള്ളം പുറത്തേക്ക് പോകുന്ന ഫോഴ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം സക്ഷൻ ഉള്ളിലുണ്ട് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളത്തിനകത്തൊരു സർക്കുലേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിഭാഗത്തുള്ള അഴുക്കെല്ലാം ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഈ വാട്ടർ ചേഞ്ച് സൈഫൺ ഉപയോഗിച്ച് നമുക്ക് അടിഭാഗം ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാം. ഈ ഔട്ട്ഡോർ ഫിഷ് ടാങ്കുകളിലൊക്കെ റുട്ടീൻ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഈ 25% വീക്ക്ലി വാട്ടർ ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള സൈഫണുകൾ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് PVC പൈപ്പും കുറച്ച് ജോയിൻറ്റുകൾ മാത്രം മതി. വയറിങ്ങിൻ്റെ PVC ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ചീപ്പാണ്. ഇതിങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുകയല്ല, ആദ്യം ടാങ്കിലേക്ക് മുക്കി വെള്ളം നിറച്ചതിന് ശേഷം വേണം നേരത്തെ ഫിക്സ് ചെയ്ത പോലെ വെക്കാനായിട്ട്. ഇതിപ്പോൾ യു ഷേപ്പിലുള്ള ഭാഗം മാത്രമാണ് ഉള്ളത്, എക്സ്റ്റൻഷൻ കണക്ട് ചെയ്തിട്ടില്ല.
ഞാൻ ജസ്റ്റ് നിങ്ങളെ ക്വിക്കായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു യു ഷേപ്പിലുള്ള സാധനം മാത്രം വെച്ച് കൊടുത്താലും വർക്കാവും, പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടും. ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇത് അനങ്ങും. അനങ്ങാതെ ഒരു സ്റ്റാൻഡ് പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടി എക്സ്റ്റൻഷൻ കണക്ട് ചെയ്യുന്നത്. മാത്രമല്ല നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻസും ഉണ്ട്, ക്ലീൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇങ്ങനെ നമ്മൾ റുട്ടീനായിട്ട് എല്ലാ വീക്കും 25% വെള്ളം ഇതുപോലെ കളയുകയാണെന്നുണ്ടെങ്കിൽ അടിഭാഗം തീർച്ചയായിട്ടും ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഔട്ട്ഡോർ ഫിഷ് ടാങ്കുകളിലൊക്കെ നിങ്ങൾക്ക് ഈ 2 സൈഫണും യൂസ് ചെയ്യാവുന്നതാണ്. ഓവർഫ്ലോ സൈഫണും അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് സൈഫണും. പണി ഭയങ്കര എളുപ്പമാണ്, ടാങ്കൊക്കെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം. ഇത്തരത്തിലുള്ള സൈഫണുകൾ നമ്മൾ നമ്മുടെ എല്ലാ ഔട്ട്ഡോർ ടാങ്കുകളിലും യൂസ് ചെയ്യുന്നുണ്ട്, വളരെ യൂസ്ഫുള്ളാണ്, പ്രത്യേകിച്ച് കുറേ ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ നമ്മളിത് ഡെമോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും ആ ഒരു ഓവർഫ്ലോ സൈഫൺ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വാട്ടർ ചേഞ്ച് സൈഫണിൻ്റെ ഡെമോ കാണിച്ചപ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വെള്ളം അവിടെ ഓവർഫ്ലോ വഴി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ ആൽബിനോ ടൈഗർ ഓസ്കാറുകൾ. ഇവർ നല്ല അടിപൊളിയായിട്ടാണ് ഇൻഡോർ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഫുഡ് കാര്യങ്ങൾ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, വെള്ളം നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതിനകത്ത് പെല്ലറ്റ് ഫുഡ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പെല്ലറ്റ് പോലും ബാക്കിയില്ല, മൊത്തം തന്നെ കഴിച്ച് തീർത്തിട്ടുണ്ട്. ലൈവായിട്ടൊക്കെ അവർ കഴിക്കുന്നുണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ. ഓസ്കാറുകൾക്ക് മഴവെള്ളം ഡയറക്റ്റ് ടാങ്കിൽ വീഴുന്നത് പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ടാർപോളി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മഴ വരാനുള്ള എന്തെങ്കിലും ചാൻസ് കാണുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ട് വിരിക്കാനായിട്ട്. കുറച്ച് ദിവസം മുമ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള മഴയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നിർത്താതെ വീഴുന്ന മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓസ്കാറുകൾക്ക് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ടെമ്പറേച്ചറിൽ വരുന്ന ഡിഫറൻസ് ആണ് ഇവർ സീരിയസ് ആയിട്ട് ബാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയ ഓസ്കാറുകളെല്ലാം ചെറിയ സ്പേസുകളാണ് കിടക്കുന്നത്. നമ്മുടെ 2 ടൈഗർ ഓസ്കാറുകൾ ഫ്രിഡ്ജ് ബോക്സിനും 2 ചെറിയ 1 ഇഞ്ച് വരുന്ന ടൈഗർ ഓസ്കാറുകൾ ടബിലുമാണ് കിടക്കുന്നത്. ഇവരാണ് കുറച്ച് വലിയ ടാങ്കിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ടാങ്ക് വലിയ കുഴപ്പമില്ല, ഇതിൻ്റെ ഡയമെൻഷൻ ഇവരുടെ ഇപ്പോഴത്തെ സൈസ് വെച്ച്. നമ്മൾ മുമ്പ് വളർത്തിയിട്ടുള്ളത് ടൈഗർ ഓസ്കാറുകളായിരുന്നു, അത് നമ്മുടെ വലിയ മെയിൻ ഔട്ട്ഡോർ ടാങ്കിലാണ് നമ്മൾ വളർത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 1.5 ഇഞ്ച് സൈസുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9 ഇഞ്ച് 10 ഇഞ്ച് സൈസ് വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് മഴവെള്ളം വീണപ്പോൾ അവർ ഡെഡായി പോയതാണ്. അതുകൊണ്ട് ഓസ്കാറുകളെ വലിയ ടാങ്കിൽ വളർത്തി വലിയ സൈസ് ആക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ട്. പക്ഷേ ചെറിയ സ്പേസുകളിൽ അവർ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ നമ്മൾ ഇട്ടതും കൂടുതലും ചെറിയ സ്പേസുകളിലാണ്. ഫ്രിഡ്ജ് ബോക്സ്, ടബ്, ഇതാണ് കുറച്ച് വലിയ സൈസ് ടാങ്ക് എന്ന് പറയുന്നത്. ഇത് അത്ര വലിയ സൈസ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ ഇവരുടെ സൈസ് വെച്ച് ഓക്കെയാണ്, പക്ഷേ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഈ ഒരു ടാങ്ക് അവർക്ക് സ്യൂട്ടബിൾ അല്ല. അപ്പോൾ ഇത്തരം സ്പേസുകളിൽ ഇവരുടെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പിന്നീട് വീഡിയോകളിൽ ഗ്രോത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏത് മീനുകളാണെന്നുണ്ടെങ്കിലും വലിയ സ്പേസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വയ്ക്കും. സ്പേസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് അവരുടെ ഗ്രോത്തിനെ ബാധിക്കാറുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് അങ്ങനെ വലിയ സ്പേസ് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇത്തരം സ്പേസുകളൊക്കെ കൊടുത്തേ പറ്റൂ. അത് വിചാരിച്ച് മീനിനെ മേടിക്കാതിരിക്കുക എന്നുള്ള പരിപാടി എനിക്കില്ല. ഞാൻ തീർച്ചയായിട്ടും മീനുകളെ മേടിക്കാറുണ്ട്. പിന്നെ ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഹോബി എന്ന് പറയുന്നത് ഇതിന് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളായിരിക്കും. അപ്പോൾ ചില അഭിപ്രായങ്ങളോടൊക്കെ നമുക്ക് യോജിക്കാൻ പറ്റും, ചില അഭിപ്രായങ്ങളോട് നമുക്ക് യോജിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഹോബിയുടെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഈ 2 ആൽബിനോ ടൈഗർ ഓസ്കാറുകളെ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വിടുകയാണ്. അത്യാവശ്യം കണ്ടീഷനായിട്ട് കിടക്കുന്ന വെള്ളമാണ്, ഇവർക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കിണർ വരുന്നത്, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് വാട്ടർ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്യാം. ആ വക കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. പിന്നെ ഫീഡിങ് കാര്യങ്ങളെല്ലാം നമ്മൾ നെക്സ്റ്റ് ഡേ തൊട്ട് ചെയ്തു കൊടുക്കും. പിന്നെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മഴവെള്ളം ഡയറക്റ്റ് വീഴാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് രാത്രിക്കാണ് പെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ മഴ പെയ്യുന്നുള്ള ഒരു ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടാർപോളിൻ വിരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് വല്ലപ്പോഴൊക്കെയാണ് പെട്ടെന്ന് മഴ വന്ന് പോകുന്നത്. മഴക്കാലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് ആയിട്ട് തന്നെ ടാർപോളിൻ ഫിക്സ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ വേനൽക്കാലത്ത് എപ്പോഴാണ് മഴ പെയ്യുന്നത് നമുക്കറിയില്ല, ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും മഴ പെയ്യുന്നത്. അങ്ങനെ നിൽക്കാതെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ സഡനായിട്ട് വാട്ടർ പാരാമീറ്റേഴ്സിൽ ചേഞ്ച് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ട്രെസ് വരുന്ന മീനാണ് ഓസ്കാർ. നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, സേവ് ചെയ്യാനൊന്നും പറ്റില്ല. ഒരാഴ്ച കൊണ്ടൊക്കെ ഇവർ ഡെഡായി പോകും. സഡനായിട്ട് ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കില്ല, പിന്നെ ഇവർ മുകളിലേക്കൊന്നും വരില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ ചത്ത് പൊങ്ങി കിടക്കുന്ന കാണാം. ഈ ഒരു സംഭവമാണ് നമ്മുടെ മെയിൻ ഔട്ട്ഡോർ ടാങ്കിൽ നമ്മൾ മുമ്പ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ടൈഗർ ഓസ്കാറുകൾ നമ്മൾ വളർത്തിയ കേസ്. മഴ വന്നപ്പോഴാണ് അവർ ഡെഡായി പോയത്. മീനുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി മീനുകളാണ്. ഇത് നമ്മൾ അവരെ ഇറക്കി വിട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇനി അവരെ കാണാനായിട്ട് പറ്റില്ല, ഓൾറെഡി ഇത് ആൽഗ വാട്ടറാണ്. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ആറ്റിറ്റ്യൂഡുള്ള മീനുകളാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കാണാൻ നല്ല രസമാണ്. ഇവർ ഏറ്റവും കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് കാണാൻ പറ്റുന്നത് സമ്മർ സീസണിലാണ്. കാരണം വാമായിട്ടുള്ള ടെമ്പറേച്ചറാണ് ഓസ്കാറുകൾക്ക് കൂടുതൽ സ്യൂട്ടബിളായിട്ട് വരുന്നത്. വലിയ ടാങ്കുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ടോട്ടലുള്ളത് 4 ടൈഗർ ഓസ്കാറുകളും പിന്നെ ഈ കാണുന്ന 2 ആൽബിനോ ടൈഗർ ഓസ്കാറുകളുമാണ്. ആൽബിനോകളെ 2 എണ്ണത്തിന് കൂടി വാങ്ങാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് പുതിയ സ്പേസ് ഉണ്ടാക്കിയിട്ട് വാങ്ങിയിടാം. പിന്നെ ഈ ടാങ്കിൻ്റെ ചുറ്റും കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ഇലകൾ വീഴുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കൊമ്പും ചില്ലയും കാര്യങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട്, പക്ഷേ ഇനിയും വെട്ടി മാറ്റാനുണ്ട്. അപ്പോൾ നമ്മൾ സൗകര്യം നോക്കിയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മഴക്കാലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെടികളും കാര്യങ്ങളൊക്കെ വളർന്ന് കാട് പിടിച്ച പോലെ ആവാറുണ്ട്.
അപ്പോൾ ആ ഒരു സമയത്ത് ഇതുപോലെ മരങ്ങളും കാര്യങ്ങളും നിന്ന് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ഒരു ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട്. അതുകൊണ്ട് ഇപ്പോഴേ തന്നെ നമ്മൾ കുറച്ച് മെയിൻ്റനൻസും കാര്യങ്ങളെല്ലാം ഈ ടാങ്കിൻ്റെ ചുറ്റുപാട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ഈ ടാങ്കിനടുത്ത് വന്ന് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ച് എളുപ്പമായിരിക്കും. പിന്നെ എയറേഷൻ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഒരു എക്സ്റ്റൻഷൻ ബോർഡ് വലിക്കേണ്ടി വരും. കാരണം വീട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തിലാണ് ഈ ഒരു ടാങ്ക് നിൽക്കുന്നത്. 2-3 എക്സ്റ്റൻഷൻ ബോർഡുകൾ ഞാൻ മാനുവലായിട്ട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലേക്ക് ഈ എയറേഷൻ കൊടുക്കാനായിട്ട് കണക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അതിലേതെങ്കിലും ഒന്ന് അതിൻ്റെ നീളം സെറ്റ് ആവുമെന്ന് നോക്കണം. നീളം എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ പുതിയതൊരെണ്ണം ഉണ്ടാക്കേണ്ടി വരും. എല്ലാ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇലക്ട്രിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാനായിട്ട് കിട്ടും. അത് വാങ്ങി ജസ്റ്റ് ഒന്ന് അസംബിൾ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ടാങ്കിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. മീനുകളെല്ലാം നമ്മൾ ആഡ് ചെയ്തു. ടാങ്കെല്ലാം മൊത്തത്തിൽ കവർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.